എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ കൊച്ചിനെ നോക്കി ഞാൻ തുണി നനയ്ക്കട്ടെ. കളിയും ചിരിയായിരുന്നു. കൊച്ചിന് ചോറ് വാരി നമ്മളടുത്ത് വെച്ചാണ് കൊടുത്തത്. ഭർത്താവിൽ നിന്നുമില്ല, ഇവിടെ നിന്നുമില്ല. ഡോക്ടർമാരെല്ലാരും വന്നിട്ട് പറഞ്ഞു എന്റെ കൊച്ചു കണ്ണ് തുറക്കുന്നില്ലടിന്ന്. അപ്പോഴേ കൊച്ചു കണ്ണടച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് ഞാൻ അറിയില്ല. നമസ്കാരം. തിരുവനന്തപുരം വാമനപുരത്ത് ഒരു വയസ്സുകാരിയെ സ്വന്തം അമ്മ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അശ്വതിയുടെ അടുത്ത ബന്ധുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഞാനും എൻ്റെ നാത്തൂനും കൂടെ അകത്തിരിക്കുന്നു. ഇവള് കഥവ് കുറ്റിയിട്ട് കിടക്കണം. ഞാൻ ചെന്ന് ലോക്കി പിടിച്ചപ്പോഴത്തേക്കും കഥവ് കൂട്ടിയിരിക്കണം. ഞാൻ എൻ്റെ കൊച്ചിനെ വിളിക്കാനായിട്ട് റോഡിൽ കയറി നിന്നു. എന്നിട്ട് ഞാൻ അങ്കൻവാടി പോയിട്ട് വന്നപ്പോഴാണ് എൻ്റെ കൊച്ചു വന്ന് വിളിക്കുന്നത്. പിന്നെ കൊച്ചിന് പൊടിക്ക് വയ്യ, പവിത്രയ്ക്ക് വയ്യ, അമ്മ ഓടി വാങ്ങുക. മൂത്ത കൊച്ച്, എൻ്റെ മൂത്ത കൊച്ചു വന്ന് പറഞ്ഞു പവിത്രയ്ക്ക് വയ്യ, അമ്മ ഓടി വാങ്ങുക. ഞാൻ അപ്പോഴത്തന്നെ ഇവിടെ നിന്ന് ഓടി വന്നു. എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ നിന്നാണെന്ന് തോന്നുന്നു കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് ഓടി. അപ്പോഴത്തന്നെ ഒരു ആട്ടോ വന്ന് കയറി നമ്മൾ ആശുപത്രി കൊണ്ട് പോയി. അപ്പോഴേ കൊച്ചു കണ്ണടച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയില്ല. പാല് മണ്ടേ കയറിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് ഓടി. കൊച്ചു കണ്ണും തുറക്കണില്ല, ശ്വാസം കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ എടീ കണ്ണ് തുറക്കണില്ല, എൻ്റെ കൊച്ചു കണ്ണ് തുറക്കണില്ലടി. ചേട്ടത്തേന്ന് പറഞ്ഞു വലിയമ്മ. ഒന്നും മിണ്ടിയില്ല. ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല, അവളെ കണ്ടില്ല. ഞാൻ അവരെ കയ്യിൽ നിന്ന് കൊച്ചിനെ മേടിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു കൊച്ചിനെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം, കണ്ണ് തുറക്കണില്ല. അങ്ങനെ അപ്പോഴത്തന്നെ ഒരു ആട്ടോ വന്ന് അതിൽ കയറി പോയി. ഞാൻ തോളിലിട്ട് തട്ടിയിട്ടൊന്നും കൊച്ചു കണ്ണ് തുറക്കണില്ല. ഇപ്പോഴത്തന്നെ ഞാൻ വന്ന ഉടനെ എന്നെ എടുത്തോണ്ട് ഓടി. എപ്പോഴേ കൊണ്ടുപോയി. ഞാൻ അവിടെ വെച്ച് കിടത്തി. അപ്പോഴത്തേന് ഡോക്ടർമാരെല്ലാരും വന്നിട്ട് പറഞ്ഞു നമ്മുടെ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. വെളിയിൽ നിന്നൊക്കെ പറഞ്ഞു കൊച്ചു മരിച്ചു. നമ്മളെപ്പോഴും വേറാത്തിരിക്കണം. ഞാനും എൻ്റെ നാത്തൂനും വേറാത്തിരിക്കണം. ഇവളകത്ത് കഥ ഉടച്ച് കിടക്കണം എന്നാണ് പറഞ്ഞത്. കൊച്ചിനെ ഉറക്കണം, പാല് തുറക്കണം. ഇല്ല, എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവള് തുണിയൊക്കെ നനച്ചിട്ടത് കൊച്ചിനെ. അപ്പോഴും ഞാൻ കൊച്ചിനെ നോക്കിക്കൊണ്ട് അകത്തിരിക്കണം. എല്ലാം ചെയ്തിട്ടാണ് അവള് എല്ലാം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുഞ്ഞമ്മ കൊച്ചിനെ നോക്കി ഞാൻ തുണി നനയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അവള് തുണി നനച്ച് മണ്ടയിൽ കൊണ്ടിട്ട് എല്ലാം ചെയ്തവൾ. കൊച്ചിന് ചോറ് വാരി നമ്മളടുത്ത് വെച്ചാണ് കൊടുത്തത്. അവള് അവര് വന്ന് അവൾക്കും കൊച്ചിനും ചോറിട്ട് കൊടുത്തു. അവള് എന്നെ വാരി കൊടുത്തു. പെട്ടെന്ന് തോന്നിയതാ എന്തോ ഇങ്ങനെ തോന്നിയ. അവള് എന്നെ കൊച്ചിനും ചോറ് വാരി കൊടുത്തു. എല്ലാം ചെയ്തവള്. കൊച്ചു ഭംഗി കളിയും ചിരിയായിരുന്നു. വേറെ ഒരു ഒഴിവില്ല, സാധാരണ പോലെ തന്നെയായിരുന്നു. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷമൊന്നും നമ്മൾ ഇതിലേ പോകുമ്പോഴാണ് കൊച്ചിനെ കാണാൻ എടുക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വരും. ഇവിടെ നെടുമങ്ങാട് നെടുമങ്ങാട് ആര്യനാട്. വേറെ കുഴപ്പമുള്ളതായിട്ടൊന്നും നമുക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെയുള്ള ആളുമല്ലായിരുന്നു. കൊച്ചിന് വയ്യ എന്നുള്ള ഒരു ഇതാണ് അവർക്ക് മനസ്സിനൊരു വിഷമം തട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ കുഴപ്പമില്ലാന്ന് പറഞ്ഞെങ്കിലും അവർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ഇത് പറ്റുന്നില്ലായിരുന്നായിരിക്കും. ഇല്ല ഇല്ല, ഇന്നേ വരെ നമുക്ക് അങ്ങനെ തോന്നിട്ടില്ല. നമുക്ക് അവളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. തന്നെ അയ്യാത്തന്നെ ഇത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവൾക്ക് കുട്ടിയുടെ അടുത്ത് സ്നേഹക്കുറവോ ഒന്നും നമുക്ക് തോന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ കുഞ്ഞ് പവിത്രയെ കൊണ്ടുവരുന്ന കാത്താണ് ഈ നാട് മൊത്തം കാത്ത്. എന്തെങ്കിലും തരത്തിൽ ഈ കുഞ്ഞിന്റെ അടുത്തൊന്നും ദേഷ്യമുള്ളതായിട്ടൊന്നും അല്ലല്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ദേഷ്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കറിയാം, ഞാൻ തൊട്ടടുത്താണ് എൻ്റെ വീട്. നമ്മൾ എന്നും കാണുന്നതാണ്. അന്നും ആ സമയം വരെ ഈ കൊച്ചിനെ കളിപ്പിക്കുകയും എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല.
അവസ്ഥയാണ്. നമ്മളിപ്പോ സംസാരത്തിലോ പെരുമാറ്റം ഒന്ന് പെരുമാറ്റത്തിൽ ഒന്നും നമുക്ക് ഒരു സംശയവും തോന്നിട്ടില്ല. അന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ഇത് ആയിരിക്കാനാണ് മിക്കവാറും അങ്ങനെ ആയിരിക്കാം. അതെ. ഇപ്പൊ ഈ അടുത്ത ബന്ധുക്കൾ പറയുന്നതും ഈ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നുള്ളൊരു പേടി അശ്വതിക്കുണ്ടായിരുന്നു. അതേപ്പറ്റിയൊന്നും എനിക്കറിയാൻ വയ്യ. നിങ്ങളോടൊക്കെ സംസാരിക്കുകയും സംസാരിക്കുക നല്ല ഡീസൻ്റ് ആയിട്ടാണ്. അല്ല അവിടെ പിന്നെ വേറെ ഒരു മാനസികമായിട്ടൊരു അസുഖം ഉണ്ടെന്നോ അങ്ങനെയൊന്നും തോന്നത്തില്ല. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പം വേറെ ഒന്നും ഇന്നലെ ഇത് സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ടെൻഷനാണ് നമുക്ക്. രാവിലെ വരെ വളരെ ഉണ്ടായിരുന്നു തന്നെ അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അതുവരെയും എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. കുടുംബജീവിതത്തിൽ ഇതുവരെയും ഒരു പ്രശ്നമില്ല. ഭർത്താവിൽ നിന്നും ഇല്ല, ഇവിടെ നിന്നുമില്ല. സുഖജീവിതമാണ്. പിന്നെ 2 കൊച്ചുങ്ങളുണ്ട്. ഒരു കൊച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഈ പഠിപ്പുണ്ട്, ടെസ്റ്റിന് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ തള്ളയാണ് കൊണ്ടുപോണത്. പരീക്ഷ ആകുമ്പോൾ 1:30 മണിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വന്നെന്നാണ് ഞാൻ അറിയുന്നത്. മൂത്ത മോളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല. അവൻ്റെ ഈ ചെറുക്കൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അവരെ കുടുംബമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. കുട്ടിയും തള്ളയും അങ്ങനെ ഒരു മാത്രമേ ഇവിടെ ഉള്ളൂ. അച്ഛനും ഒരു ആളും കൂടെ ഈ 2 മാസത്തിനകം സഹോദരന്റെ കല്യാണം നടക്കുമ്പോൾ അതിന്റെ വിറവിന്റെ ഉൽപാദനത്തിന് വേണ്ടി അങ്ങ് താഴെ ഇറങ്ങി ഇരിക്കുകയാണ്. ഈ കൊച്ചു ഉറങ്ങിയായിട്ടുണ്ട്. അമ്മ തള്ള അങ്ങ് താഴെ. അതായത് ഈ അച്ഛന്റെ സഹോദരി കൊണ്ട് താഴെയാണ് താമസിക്കുന്നത്. സഹോദരിയാണ് ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ സഹകരിക്കുന്നത്. സഹോദരി കൊച്ചു ഉറങ്ങുന്നതുകൊണ്ട് വിറവ് ചുമക്കാനായിട്ട് താഴോട്ട് ഇറങ്ങി പോയ നേരം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അന്ന് ഈ പരിസരത്തൊന്നും ആരും ഇല്ല ആ സമയത്ത്. കാര്യം തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞൊരു 4-4:30 മണി എടുക്കും. ആ സമയത്ത് ആരുമില്ല. അങ്ങനെ ഇതിന് ഇനി എന്താണ് മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ കൊച്ചിന്റെ മൂത്തച്ഛനാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത നമ്മൾ തലേ ദിവസം അച്ഛനും അച്ഛനൊക്കെ നമ്മളിവിടെ സംസാരിക്കുകയും കാര്യങ്ങൾ പറയും. കല്യാണത്തിന് ചെറുക്കൻ്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കും. വേറെ ഒരു പ്രശ്നവും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ അല്ല ആ കൊച്ചിനെ കണ്ട അങ്ങനെയാണ് ഒരു പാവപ്പെട്ട കൊച്ചു. ഈ അശ്വതി എന്ന് പറയുന്നത് എന്താണ് ഇത് അപ്പോഴേ ഇതാണ് സംഭവിച്ചെന്ന് വെച്ചാൽ സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിക്കും, പെരുമാറും ചെയ്യുന്ന ദേഷ്യം എന്ന് പറയണതേ